ഓക്കെ ബ്രേക്ക് സ്റ്റാൻഡ്. ഞാൻ എന്റെ പെണ്ണിനെ കണ്ടു കുമ്പാരി. എങ്ങനെ? എവിടാ? ഇവിടെ 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 ഉണ്ടാ? ഇവിടെ എവിടെ? അവിടെ കാണാനില്ലെന്ന് പത്രത്തിലെ ഫോട്ടോ ഉള്ളൊരു പെണ്ണിനെ. അല്ലേലും മുമ്പല്ലേ ഓലക്കെട്ട് കേസുമായിട്ട് വരുന്ന എനിക്ക് ഉറപ്പായിരുന്നു. എന്തോരം പെണ്ണുങ്ങളാണ് നിന്റെ പുറകെ ഇടുന്ന, എന്നിട്ട് അവരോടൊന്നും തോന്നാത്താണ് ഈ കാണുമല്ലത്തെ പെണ്ണോട് തോന്നുന്നത്. എന്ത് കോമഡിയാണിത്? ഇതേ കല്യാണം നീട്ടി വെക്കാനുള്ള ഇവന്റെ അടവാണെന്ന് എനിക്ക് സംശയമുണ്ട്. ആയതിനാൽ ലല്ലു, ഈ പെൺകുട്ടി വല്ലവന്റെ കൂടെ പ്രേമിച്ചൊളിച്ചോടിയിട്ട് കാണാണ്ടായത് ആണെങ്കിലോ, അല്ലെങ്കിൽ ഓൾറെഡി കല്യാണം കഴിച്ചതാണെങ്കിലോ, എല്ലാം പോട്ടെ, അവളെ കണ്ടെത്തിന്ന് തന്നെ ഇരിക്കട്ടെ. അവക്ക് നിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? അങ്ങനെ ഒന്നും ഇഷ്ടപ്പെടാതെ ഇരിക്കൂല. എന്തേ? ഹേറ്റേഴ്സ് ഇല്ലാത്ത ചെക്കനാണേ. ഓ എടാ, ഇത് വിട്ടുകളെടാ, നമുക്ക് വേറെ വല്ലതും നോക്കാലോ. നിങ്ങൾക്ക് ഇത് എന്താണ് വിചാരിച്ചേക്കണേ? ഇത്രയും നാളായിട്ട് നിങ്ങളോട് ഏതെങ്കിലും പെണ്ണിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്? നിങ്ങളെ പോലെ തന്നെ എനിക്ക് പറഞ്ഞോട് ഇതിനോട് മാത്രം എന്താണ് ഇങ്ങനെയെന്ന്. എനിക്ക് ആ കൊച്ചിനൊന്ന് കണ്ടാൽ മതി. പ്രേമിക്കേ കല്യാണം കഴിക്കേ അതൊക്കെ പിന്നുള്ള കാര്യമില്ല. എനിക്ക് അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് കാണണം. അതിന് നിങ്ങൾക്ക് എന്നോടൊന്ന് നിൽക്കാൻ പറ്റുമോ? അയ്യോ, സത്യം ചെയ്യാൻ പറയണ്ട്. അതൊരു ആംബുലൻസ് അല്ലേ? ശുഭലക്ഷണം. ലക്ഷണം കണ്ടിട്ട് നമുക്ക് 4 പേർക്ക് അതിലിങ്ങനെ സഞ്ചരിക്കാനുള്ള യോഗ ഉണ്ടെന്ന് തോന്നുന്നു. എങ്കിൽ പിന്നെ ഒട്ടും പേടിക്കണ്ട. ഇപ്പോൾ തന്നെ ആ പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ യജ്ഞം നമ്മൾ ആരംഭിക്കുകയാണ്. അതെ, ഒന്ന് നിന്നേ. ഈ 5 ഡേകൾക്കിടയിൽ സാർമാര് മറന്നുപോയൊരു കാര്യമുണ്ടായിരുന്നു. നമ്മളിവിടെ പെയിന്റ് പണിക്ക് വന്നതാണ്. അത് തീർത്തിട്ട് മതി യജ്ഞം പുഞ്ഞോക്ക. ഞാനൊന്നുമില്ല. പിന്നെ പാഞ്ചിക്കുട്ടാ, ഇത് സംഗതി സീരിയസ് ആണ് ട്ടാ. ഇനി ഇവന്റെ വായിലിരിക്കണത് കേൾക്കണം. എന്താടാ പാപ്പി? എന്താടാ? വലിയ ജോലിയും ഉയർന്ന ശമ്പളവും ഒക്കെ ആയപ്പോൾ ജീവിതത്തിലെല്ലാം നേടിയെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ അതെല്ലാം നിലനിർത്താൻ വേണ്ടി അനുഭവിക്കേണ്ടി വന്ന പ്രഷർ എനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അവിടുത്തെ ജങ്ക് ഫുഡ്സ്, ഉറങ്ങാതെയുള്ള ജോലി, ബോസിൻ്റെ ഡെയിലിയുള്ള ഹരാസിങ്, പിന്നെ കല്യാണത്തിൻ്റെ പേര് പറഞ്ഞ് ടാനയുടെ ഫുൾ ടൈമുള്ള ടോർച്ചറിങ്, എല്ലാം കൊണ്ട് ഞാൻ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അന്ന് ലല്ലു തന്ന വിസിലില്ലായിരുന്നെങ്കിൽ ഞാൻ അപ്പോഴേ പറഞ്ഞാലടാ എൻ്റെ കൂടെ പെയിന്റ് പണിക്ക് വരാൻ. എടാ, എനിക്ക് ഇങ്ങനത്തെ ഫാമിലീസും കണ്ട ഒപ്പ കരച്ചിൽ വരും. വാ, എന്തായാലും കഴിക്കാം. പാപ്പി, നമുക്കൊരു റൈഡ് പോയാലോ? ഓമനക്കുട്ടി, ഈ റൈഡ് കൊള്ളാട്ടല്ലോ. ആക്ച്വലി ഇത് എങ്ങോട്ടാ? പൂനമ്മാവിലെ ഇറച്ചി വെട്ടണ റോബിന്റെ കല്യാണമാണ് നാളെ. എന്ത് ആഘോഷമാണെങ്കിലും തലേന്ന് രാത്രിയാണ് അതിൻ്റെ ഒരു താരം. എന്തായി കാണിച്ചത്?
ഇറച്ചി വെട്ടി മുറിക്കുന്ന പോലാണോ കേക്ക് മുറിക്കുന്നത്? അല്ല, ഞാൻ കടയിലാണെന്ന് ഓർത്തു. രോമാഞ്ചമാണ്. നമ്മളില്ലേ ചേട്ടോ കുടുക്കൂറണ്ടല്ലോ. അന്ന് ജങ്കാറൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ആ വെള്ളപ്പൊക്ക സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് വഞ്ചി ഇങ്ങനെ തള്ളി 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 മലത്താണല്ലോ. എന്താണ് പറയുന്നത്? നീ ഒന്ന് പോടാ അവിടുന്ന്. ആ കഥയുടെ ഫ്ലോ കളഞ്ഞു. ആഹാ, എല്ലാരും ഭയങ്കര വർണ്ണശബളമാണല്ലോ. ഹായ് അടിപൊളി. എന്റെ അനിയനാണ് പാപ്പി. അത് മോനാണല്ലേ? അതെ അതെ. മോനാണോ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യണേ? ആ അതെ. ഇടയിൽ അമ്പിയമ്മ കാണുമല്ലോന്നുമല്ല. 73-ാം വയസ്സിൽ 10ാം ക്ലാസ് പാസ്സായ ആളാ. പേപ്പറിൽ ഫോട്ടോ ഒക്കെ വന്നിട്ടുണ്ട്. അതിവള് കോപ്പി അടിച്ച് പാസ്സായതല്ലേ? പോയടി നീ. മൊബൈലിൽ ചെളിയായെന്നും പറഞ്ഞ് തോട്ടിൽ വെള്ളത്തിൽ കഴിയവളല്ലേടി നീ. വെറുതെ വർത്താനം പറഞ്ഞ സമയം കളണ്ട് ഒരു ഇഷ്ടിക എടുത്ത് തലടിച്ച് വിളിക്കുന്നു. ഇവിടെ ഇഷ്ടിക. എടല്ലു എന്താണ് നീ എവിടെയായിരുന്നത്? അടിപൊളിയായിട്ടാ. കൊള്ളാമോ? സൂപ്പറാണ്. പുതിയതാണ്. ഇത് പാപ്പി. ഇയാളെ ലീവിലാണോ? അതെ അതെ. എടാ മണവാളട്ടാ. കൊള്ളാല്ലേ? ഹലോ, ഞാനീ പോരാ. നിങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ. അത്തായിട്ട് തുടങ്ങിയ വട പാപ്പി. കറി ഒഴിച്ചിരുന്നു തിന്നോടനായിരുന്നു. കൊടലേറി. നീ എന്റെ പുറകെ വിളമ്പി വന്നാ മതി. അത് ഞാൻ ഒഴി മോനെ ഇവിടെ ഒഴി. മറ്റേ കിടനോട് അവന്റെ വീട്ടിൽ ഞണ്ട് കറിയായതുകൊണ്ട് അവന് വരാൻ മടിയാണ്. എന്റെ വീട്ടില് പിണ്ടിക്കറിയാ. പിന്നെ ഞാൻ എന്ത് കിണ്ടിക്ക വീട്ടിലിരിക്കണ. കൈ മാറ്റടാ. എന്താ എത്ര വിഷമം? ഇല്ല, ആ ചെക്കൻ കറി വെച്ചപ്പോ കുറഞ്ഞു. ചേട്ടാ, ഇതിന്റെ മധ്യഭാഗത്ത് ഒഴിച്ച് കഴിക്കാൻ ഉരുളക്കിഴങ്ങ് കറി ഉണ്ടോ? പുറകെ വരുന്നുണ്ട്. ഒരു കിണർ കുഴിച്ചു വെച്ചു. ഇതൊരു തീറ്റ മത്സരമല്ല. ആഹാ, കല്യാണ വീട്ടിൽ ഇന്ന് വരെ കേൾക്കാത്ത ഫ്രഷ് തമാശ. ആരാടാ പറഞ്ഞത്? ചേട്ടാ, കുറച്ച് കുടലേറി. കുടലെന്തിനാ? ഞാൻ നിനക്ക് എന്റെ കരൾ എന്നെ പറിച്ചു തരും. ഹനുമാനായിരുന്നെങ്കിൽ ഞാൻ എന്റെ നെഞ്ചി പിളർത്തി കാണിച്ചു തന്നെ. ഹനുമാന്റെ ഫിഗർ ഒക്കെ ഓക്കെ, പക്ഷേ കഴിവ്. മോൾ കുറച്ച് കുടൽ വയ്ക്കട്ടെ? വേണ്ട. വേണ്ടേ? വേണോ? എന്താ പേര്? നിഖില. പ്രിയമുള്ളവരെ, ഒരു സന്തോഷ വാർത്ത. ഈ കല്യാണ വീടിനെ അനുസരമാക്കാൻ ശ്രീ ശ്രീ ടെന്നി സെബാസ്റ്റ്യൻ നയിക്കുന്ന കരോക്കെ ഗാനമേള ഉടൻ ആരംഭിക്കുന്നു. പ്രിയമുള്ളവരെ, ആരും പിരിഞ്ഞു പോകരുത്. കരോക്കെ ഗാനമേള ഉടൻ ആരംഭിക്കുന്നു. നീ പണിക്ക് പോകുന്നില്ലടാ. സാഗരമേ സാഗേതം പാടുകയാ രാമാ. ചേട്ടാ, കീച്ചിക്കോ? കാതരയാ ശാരികയാ വയസ്സാകാലത്ത് ആറ്റുമായിട്ട് ഒരു കല്യാണം കഴിക്കാന്ന് വെച്ചപ്പോ തീട്ട് താനത് മുടക്കൊടുവാൻ.
ലാലേട്ടന്റെ പാട്ടോടെ മാത്രമേ ഇവിടെ ആളുള്ളൂ. നമ്മുടെ മമ്മൂക്കാന്റെ പാട്ടോടെ ഇവിടെ ആരുമില്ലേ? ഇവിടെ ഈ സമയത്ത് ഇങ്ങനൊരു ചായക്കട ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എടാ സാധാരണ ചായക്കടയല്ല, രാത്രി വലയിടുന്ന വള്ളക്കാർക്ക് വേണ്ടി മാത്രം തുറക്കണം. വെളുപ്പിന് 4 മണി വരെയൊക്കെ ഉണ്ട്. ഈ ഏഴിക്കാരിലെ മോചന്റെ പുട്ടും കട്ടിപ്പരപ്പും തിന്നാൻ അങ്ങ് അന്റാർട്ടിക്ക എന്നൊരു ആൾക്കാർ വഞ്ചിയും തൊഴിഞ്ഞ് എത്തും. ഇവരൊക്കെ മതി. അനിയനാണ് പാപ്പി. പിടിച്ചോ, പപ്പടം മറന്നു. ലല്ലുവിനെ പോലെ ഉള്ളു തുറന്നൊന്ന് ചിരിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. ഈ പഠിപ്പിലൊന്നും ഒരു കാര്യമില്ല. പഠിപ്പൊക്കെ വേണോടാ, അതൊക്കെ നല്ല, ഒന്നും വെറുതെ അല്ലല്ല. ലല്ലു സ്കൂളിൽ നല്ലോണം പഠിച്ചോണ്ടിരുന്നല്ലേ, പിന്നെ എന്തോ ഇഷ്യൂ ഉണ്ടായപ്പോഴല്ലേ നിർത്തിയേ? എൻ്റെ ക്ലാസ്സിൽ എന്നെക്കാളും നന്നായി പഠിക്കുന്ന ഒരുത്തരുണ്ടായിരുന്നു, ഒരു വിശാൽ. ചെറുപ്പം പോലെ ഞാനും അവനും തമ്മിൽ പഠിക്കണ കാര്യത്തിന് ഭയങ്കര മത്സരമായിരുന്നു. ഒരു ദിവസം സമയത്തിന് ഫീസ് അടച്ചില്ലെന്നും പറഞ്ഞ് അവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. ആ മണ്ടനാണെങ്കിൽ അതിൻ്റെ പേരിൽ ടെറസിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ആടി. കാശിൻ്റെ പേരിലൊരു ജീവിതം. കാശും പഠിപ്പും തമ്മിൽ എന്താ ബന്ധം? ദൈവങ്ങളുടെ പേരിലാണ് ഈ കണ്ട സ്കൂളും ആശുപത്രികളൊക്കെ. എന്നിട്ട് കഴുത്തറപ്പം കാശും വാങ്ങും. ദൈവത്തെ എന്തിനാണ് നമ്മുടെ കാശ്? അതിനാണോ ലല്ലു പഠിപ്പ് നിർത്തിയേ? ഇനി ആ സ്കൂളിൽ പോകണില്ലെന്ന് ഞാൻ അപ്പനോട് പറഞ്ഞു. അപ്പൻ എന്നെ വഴക്കുറയെന്നാണ് ഞാൻ വിചാരിച്ചത്. നിനക്ക് താല്പര്യമില്ലെങ്കിൽ നീ പോകണ്ടാ, നിനക്ക് ശരിയെന്ന് തോന്നുന്നു നീ ചെയ്താൽ മതി എന്ന് അപ്പം പറഞ്ഞു. നോ വേ, നമ്മുടെ അപ്പനോ? പിന്നെ എനിക്ക് വേറെ അപ്പനുണ്ട്. എടാ നിന്റെ കല്യാണക്കാര്യത്തിന് മാത്രമേ അപ്പനെന്നെ നിർബന്ധിച്ചുള്ളൂ, അറിയോ? അതിനിപ്പോൾ ലല്ലു ധൃതി പിടിക്കണ്ട. ലല്ലുവിന് ഇഷ്ടമുള്ള സ്പാർക്കുള്ള പെണ്ണിനെ ലല്ലു തന്നെ കണ്ടുപിടിച്ച് കിട്ടിയാൽ മതി. ലല്ലു ഹാപ്പി ആയിട്ടിരിക്കുക. ഹാപ്പി ആയിരുന്നു ഇന്നലെ വരെ. എന്താടാ? ഒന്നുമില്ല. ലല്ലു, നവോദയയിൽ എൻ്റെ കൂടെ പഠിച്ച അനൂപിൻ്റെ ബ്രദറാണ് മുളവകാട് SI അഭിലാഷ് കരിക്കൻ. എന്നെ കാര്യമായി പുള്ളിക്ക്. ഞാൻ വിളിച്ചു പറയാം, ലല്ലു ഒന്ന് പോയി കണ്ടു നോക്ക്, എന്തെങ്കിലും വഴി പുള്ളി ഉണ്ടാക്കി തരും.